സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തമായൊരു വരുമാനം, അത് ഏതൊരു സ്ത്രീയുടെയും അഭിമാനമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിച്ചും തുടച്ചും പാത്രം കഴിയും അലക്കിയും ഒരു ദിവസം കഴിക്കുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. എങ്ങോട്ടെങ്കിലും പോകാൻ വരുന്നു എന്ന് ചോദിച്ചാൽ ഭർത്താവിനോട് ചോദിക്കട്ടെ, പൈസ കിട്ടുമോ നോക്കട്ടെ എന്ന് പറയുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഒരു ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പണ്ടത്തെ കാലത്തെക്കുറിച്ച് അറിയാലോ. വീട്ടിൽ തയ്യൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ ടൈലർമാരാണ്, അതും ആണുങ്ങൾ. ഇപ്പം നീ ഒരു പെണ്ണ് പോയി അടിച്ചാൽ നിനക്ക് എന്താണ് അടിക്കാൻ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ എന്നെ തയ്യലൊന്നും പഠിപ്പിക്കാൻ എങ്ങോട്ടും വിട്ടില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് 2 മക്കളായതിന് ശേഷമാണ് എന്നെ തയ്യൽ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടത്. അന്ന് എനിക്ക് തയ്യൽ പഠിപ്പിച്ചു തന്നത് വിദ്യ പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ശരിക്കും ഞാൻ അവളോട് ഇപ്പോഴും നന്ദി പറയുന്നു. കാരണം ഇന്ന് എൻ്റെ ഒരു ജീവിതമാർഗ്ഗം ആക്കി തന്നത് അവളാണ്. അവളോട് നമ്മൾ സാധാരണ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന എല്ലാവരും ഇങ്ങനെ അടിക്കണം എന്നില്ല. ശരിക്കും നമുക്കറിയുന്ന നമ്മുടെ ഒപ്പമുള്ള അടുത്തുള്ളൊരു കുട്ടിയുടെ അടുത്ത് പോയി പഠിക്കുമ്പോഴാണ് അവരതുപോലെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. ചിലപ്പോൾ 1 വർഷം 1.5 വർഷം അടക്കം പഠിച്ച ആൾക്കാർ വരെ ഇന്ന് തയ്ക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലോ ചുറ്റുപാടത്തൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ എനിക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു തന്ന എൻ്റെ വിദ്യക്കുട്ടിയോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കേട്ടോ. ഈ നിമിഷത്തിൽ എനിക്കിഷ്ടമല്ല കേട്ടോ സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അവർ ആക്റ്റീവായിട്ടിരിക്കണം. എനിക്ക് അങ്ങനെ ഉള്ളവരെ ഭയങ്കര ഇഷ്ടം. എന്താ ചെയ്യുന്നത്, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, വീട്ടിൽ കുറച്ച് പണി കഴിഞ്ഞാൽ കിടന്നുറങ്ങും, അങ്ങനെ പറയുന്നവരോട് എനിക്ക് വലിയ താല്പര്യം മതിപ്പൊന്നുമില്ല. കാരണം അവരുടെ ഒരു ലൈഫാണ് കളയുന്നത്. അവർക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ.